ഹായ് ഓൾ ഓഫ് യു. എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ സ്മാർട്ട് പ്ലസിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ് കഴിഞ്ഞ് അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി വെക്കേഷനൊക്കെ ആഘോഷിച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് വീണ്ടും നമ്മൾ നമ്മുടെ പഠനത്തിന്റെ മൂഡിലേക്ക് പോവാണ്. അതായത് 10ാം ക്ലാസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പഠിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അവർ എൻജോയ് ചെയ്ത് പഠിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ വളരെ രസകരമായി 9ാം ക്ലാസ് പോലെ വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു വർഷം തന്നെയാണ് കേട്ടോ 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഫിസിക്സ് ആണ്. 9ാം ക്ലാസ്സിലെ പോലെ തന്നെ 10 വിഷയങ്ങൾ ഇവിടെയുണ്ട്. ആ 10 വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ഫിസിക്സ് എന്ന് പറയുക. എന്താണ് ഫിസിക്സ് എന്നൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. പല ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കൂളിലെയൊക്കെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയൊക്കെ ടീച്ചർമാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഫിസിക്സ് മീൻസ് പ്രകൃതിയെ പറ്റിയുള്ള പഠനമാണ്, നമ്മുടെ ചുറ്റുപാടിനെ പറ്റിയുള്ള പഠനമാണ്. വളരെ രസകരമായിട്ട് ഫിസിക്സ് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യം. കാരണം നമുക്ക് ഈ പ്രകൃതിയെ പറ്റി ഇത്രയും രസകരമായിട്ട് പഠിക്കാൻ പറ്റുമല്ലേ. ഇപ്പോൾ 10ൽ നിങ്ങൾ ഗ്രാവിറ്റിയെ പറ്റിയും ബോയൻസി ഫോഴ്സിനെ പറ്റിയും ഫോഴ്സസിനെ പറ്റിയും ന്യൂട്ടൻ്റെ നിയമങ്ങളെ പറ്റിയും ആർക്കിമിഡിസിൻ്റെ പ്രിൻസിപ്പിളും പല ശാസ്ത്രജ്ഞന്മാരുടെ പ്രിൻസിപ്പിളുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. 10ാം ക്ലാസ്സിലും ഫിസിക്സ് അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നിങ്ങൾക്ക് ആസ്വദിച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, 10ാം ക്ലാസ്സിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ്: ശബ്ദതരംഗങ്ങൾ. സൗണ്ട് വേവ്സിനെ പറ്റി നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾ എന്താ സൗണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. നോക്കിയേ, ആ ശബ്ദം ഒരാൾ അപ്പുറം എന്ന് പറയുന്നത് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുമല്ലേ. സോ അതെങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, സൗണ്ട് ആക്ച്വലി എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുക. ഈ ചാപ്റ്റർ നമ്മൾ അവസാനമാകുമ്പോഴത്തേക്കും പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ സൗണ്ടിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുന്നേ അതിന് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ പറ്റി ആദ്യം നമ്മൾ പഠിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വാട്ട് ഈസ് വേവ്സ്. എന്താണ് വേവ്സ് എന്നാണ്. വെള്ളത്തിൽ കല്ലിടുമ്പോൾ വേവ്സ് ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കയറ് കെട്ടിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ വേവ്സ് ഉണ്ടാവും. അപ്പോൾ വേവ്സിനെ പറ്റി ആദ്യം മനസ്സിലാക്കണം നമ്മൾ, എന്നിട്ടാണ് സൗണ്ട് വേവ്സിലേക്ക് പോവുക. അപ്പോൾ ഈ വേവ്സ് എങ്ങനെ ഉണ്ടാവുന്നു നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് വേവ്സിലേക്ക് എത്തുന്നതിന് മുന്നേ, സൗണ്ട് വേവ്സിലേക്ക് എത്തുന്നതിന് മുന്നേ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ഓസിലേഷൻ, എന്താണ് ദോലനം എന്നാണ്. അറിയാം, നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് മോഷൻ അറിയാം, ഏതൊക്കെ ടൈപ്പ് ചലനങ്ങൾ അറിയാം. വണ്ടി നേർരേഖയിൽ പോകുന്നു, സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുക, നമുക്ക് ഫെമിലർ ആയിരിക്കും അല്ലേ. സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നത്, നൂലിനകത്ത് കല്ല് കെട്ടിയിട്ട് നമ്മളിങ്ങനെ കറക്കും, അത് നമുക്ക് ഫെമിലർ ആയിരിക്കും. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സ് ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും. ഇത് സണ്ണാണെങ്കിൽ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും, സർക്കുലർ പാത്തിലൂടെ കറങ്ങുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള 2 മോഷൻസ് ഏതൊക്കെയാ? നേർരേഖയിൽ സഞ്ചരിക്കുന്നതും പ്ലാനറ്റ്സ് നൂലിനകത്ത് കല്ല് കെട്ടിയിട്ട് വട്ടത്തേക്ക് കറങ്ങുന്നതും. അതുപോലെ നേച്ചറിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മോഷനാണ് ഇത് ഓസിലേറ്ററി മോഷൻ അഥവാ ഓസിലേഷൻ, ദോലനം എന്ന് പറയാം. ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇതാ ഊഞ്ഞാലാടനെ. ചില ക്ലോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ആ ക്ലോക്കിൽ ഇങ്ങനെ ഒരു പെൻഡുലം ഉണ്ടാവും. പെൻഡുലം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അത് മുന്നോട്ടും ബാക്കോട്ടും ഓടും. അത് വട്ടത്തിൽ കറങ്ങുന്നുണ്ടോ? ഇല്ല. നേരെയാണോ പോകുന്നേ? അല്ല. പക്ഷെ മുന്നോട്ട് പോവുക, ബാക്കോട്ട് വരിക. ഒബ്ജക്റ്റ് എങ്ങനെ? ടു ആൻഡ് ഫ്രോ മോഷനാ, മുന്നോട്ട് ബാക്കോട്ട് സഞ്ചരിക്കുക. അപ്പം ഇത്തരത്തിലുള്ള മോഷനാണ് ദോലനം. ഇതൊക്കെയാണ് വേവ്സിന് അടിസ്ഥാനപരമായിട്ടുള്ളത്. വേവ്സിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി വേവ് പഠിക്കുന്നതിന് മുന്നേ ആദ്യം പഠിക്കേണ്ടതാണ് ദോലനം എന്താണെന്നാണ്, അഥവാ ഓസിലേഷൻ എന്താണെന്നാണ്. നമ്മുടെ പ്രകൃതിയിലെ അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു ചലനമാണ് ഈ ദോലനം. നോക്കി, ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ വിച്ച് ക്യാൻ ഒബ്ജക്റ്റ് മൂവ് ടു ആൻഡ് ഫ്രോ അറ്റ് എ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. എന്ന് വെച്ചാൽ എന്താ? നോക്കി, ഞാനൊരു ഒരു നൂലിനകത്ത് ഒരു കല്ല് കെട്ടിയിട്ടുണ്ട്. ഞാൻ ഈ കല്ലിനെ പിടിച്ച് ഇങ്ങോട്ട് വെച്ചേ, എന്നിട്ട് ഞാൻ ആ കല്ലിനെ ഇവിടുന്ന് റിലീസ് ചെയ്യുമ്പോൾ ഈ കല്ല് ഇങ്ങോട്ട് പോവും. ടു ആൻഡ് ഫ്രോ ഒബ്ജക്റ്റ് ടു ആൻഡ് ഫ്രോ, മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ സഞ്ചരിക്കുക. ആ സഞ്ചാരത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ സഞ്ചാരം റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം ആണെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് പോവാൻ 5 സെക്കൻഡ് എടുത്താൽ അടുത്തത് എന്താ? ഇവിടെ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ എത്ര സെക്കൻഡ് തന്നെ? 5 തന്നെ എടുക്കും. ഒരേ സമയത്തിലായിരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. ഇപ്പോൾ മുന്നോട്ടും ബാക്കോട്ടുമുള്ള ചലനമാണ് ഇത്. റെഗുലർ ഇന്റർവെൽ, ഒരേ ഇടവേളകളിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എബൌട്ട് ഇറ്റ് മീൻസ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ബലം കൊടുക്കാതെ അതിരിക്കുന്ന സ്ഥലത്തെയാണ് മീൻ പൊസിഷൻ എന്ന് പറയുക. ഇതാണ് അതിൻ്റെ മീൻ പൊസിഷൻ അഥവാ ഇക്വിലിബ്രിയം പൊസിഷൻ.
അഥവാ അതിനെന്താ പറയുക, ഇക്വിലിബ്രിയം പൊസിഷൻ. നോക്കിയേ അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ പറയുന്ന പേരാണ് തുലന സ്ഥാനം. അപ്പോൾ ഒരു ബലവും കൊടുക്കാതെ ഇങ്ങനെ ചുമ്മാ റെസ്റ്റ് അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് തുലന സ്ഥാനം. ആ തുലന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഒബ്ജക്റ്റ് മുന്നോട്ട് പോവുക, ബാക്കോട്ട് വരിക. ഒരു കൃത്യമായ ഇടവേളകളിൽ മുന്നോട്ടും ബാക്കോട്ടും പോകുന്നതിനെ പറയുന്ന പേരാണ് ഓസിലേഷൻ. ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാ? ഊഞ്ഞാലാടുന്നത്, സ്വിങ്, പെൻഡുലം ക്ലോക്ക്, ഗിറ്റാറിന്റെ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് കേട്ടോ. ഇതിനകത്ത് നോക്കി, ഊഞ്ഞാലിൽ ഞാൻ ചുമ്മാ കയറി ഇരിക്കുമ്പോൾ അത് നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതാണ് തുലന സ്ഥാനം, ഇക്വിലിബ്രിയം അഥവാ മീൻ പൊസിഷൻ. ഓസിലേഷൻ എന്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഒബ്ജക്റ്റ് ടു ആൻഡ് ഫ്രോ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ മൂവ് ചെയ്യാം. നോക്കിയേ ഇവിടെ നോക്കിയേ, ഏറ്റവും നല്ല എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബോബ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒരു നൂലിനകത്ത് കെട്ടിയിട്ട് ഒരു ബോബ് വെച്ചിട്ട് അത് മുന്നോട്ടും ബാക്കോട്ടും പോവാം. അപ്പോൾ ഇതിൽ എന്താണ് വൺ കംപ്ലീറ്റ് ഓസിലേഷൻ? ഇതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട ദോലനം എന്താന്ന് പഠിച്ചു, പിന്നെ പഠിക്കേണ്ട എന്താണ് വൺ കംപ്ലീറ്റ് ഓസിലേഷൻ എന്നാ. നോക്കിയേ, ഒരു ഒബ്ജക്റ്റ് ബിയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയി സിയിലെത്തി തിരിച്ചും ബിയിലേക്ക് തന്നെ വരുന്നതിനെ പറയുന്ന പേരാണെന്ത്? വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. An oscillation which complete when the body returns to its initial position in the same direction from where it started. എവിടുന്ന് തുടങ്ങിയോ അതേ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചെത്തുന്നതിനെ പറയുന്ന പേരാണെന്ത്? വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. ഇപ്പം ഈ ചാപ്റ്ററിൽ അറിയേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണെന്ത്? അടുത്ത വൺ കംപ്ലീറ്റ് ഓസിലേഷൻ എന്താണ്. ഇനി അടുത്ത ടേം ഈ ചാപ്റ്ററിൽ ഓസിലേഷനിൽ പഠിക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡ് അഥവാ മലയാളത്തിൽ ആയതി എന്ന് പറയും. എന്താ ആയതി നോക്കാം. ഇതാണ് എൻ്റെ പെൻഡുലം എന്ന് കരുതിക്കും. ഒരു നൂലിനകത്ത് ഒരു കല്ലോ ഒരു ബോബ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാനതിനെ ഇങ്ങോട്ട് കൊണ്ടുവച്ചു. എന്നിട്ട് ഞാൻ അതിനെ റിലീസ് ചെയ്തു. ഇവിടുന്ന് റിലീസ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് പോകും, തിരിച്ച് ഇങ്ങോട്ട് വരും. നമുക്കറിയാം ഇങ്ങോട്ട് പോകും, വീണ്ടും അത് തിരിച്ച് ഇങ്ങോട്ട് വരില്ലേ, തിരിച്ചു വരില്ലേ. ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കിയേ, ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ, മീൻ പൊസിഷൻ അഥവാ തുലന സ്ഥാനം. ഇവിടുന്ന് അത് ഇങ്ങോട്ട് സഞ്ചരിച്ച് മാക്സിമം ഒരു ദൂരം എത്തും. ഇവിടെ ഏതോ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ വീണ്ടും അത് തിരിച്ചു വരില്ലേ. അങ്ങനെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് തുലന സ്ഥാനത്തിൽ നിന്ന് അതെത്തുന്ന മാക്സിമം ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. മലയാളത്തിൽ അതിനെ പറയുന്ന പേരാണ് ആയതി. ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി. ഇതേപോലെ തന്നെ ഈ ഭാഗത്തും ഉണ്ടാവും കേട്ടോ. ഇതിങ്ങോട്ടും വരുമല്ലോ. നോക്കി, ഇവിടുന്ന് ഇങ്ങനെ എത്തുന്ന മാക്സിമം ദൂരം ഉണ്ടാവുമല്ലോ. ആ പോയിന്റ് പിന്നെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. എത്തുന്ന മാക്സിമം ദൂരത്തെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ്. നോക്കിയേ, ആംപ്ലിറ്റ്യൂഡ് അതാണ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇനിഷ്യൽ ഇക്വിലിബ്രിയം. ആ പൊസിഷനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അതിന് റെപ്രസെന്റ് ലെറ്റർ എ ആണ്. അതിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇറ്റ്സ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ നോക്കിയേ, ഇതിപ്പോൾ 5 സെന്റിമീറ്റർ ആയിട്ട് 5 മീറ്റർ ആയിട്ട് പോയിട്ടുണ്ടാവും. നോക്കി, ഇതിന് മാക്സിമം ദൂരം ചിലപ്പോൾ എത്രയാ? 5 മീറ്റർ ആയിരിക്കും. ഇങ്ങോട്ട് പോയ മാക്സിമം ദൂരം ചിലപ്പോൾ 5 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? 5 മീറ്റർ ആണ്. മനസ്സിലായില്ലേ? ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് പീരിയഡ് എന്താണെന്ന് പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ. എന്താ പീരിയഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ പറയും. ഇപ്പോൾ ഓക്കെ, നമ്മുടെ സൂര്യൻ, നമ്മുടെ സണ്ണിന് ചുറ്റും എർത്ത് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എർത്ത് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. എർത്ത് ഇപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് കരുതി. നോക്കിയോ, എർത്ത് എയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി പിന്നെ വീണ്ടും എയിലെത്താൻ എത്ര ദിവസം വേണം? തുടങ്ങിയ സ്ഥലത്ത് നമുക്കറിയാം 365 ഡേയ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും 365 ദിവസം. എർത്തിന്റെ പീരീഡ് എത്രയാ? 365 ദിവസമാണ് സൂര്യന് ചുറ്റും ഒരു വർഷം എന്ന് പറയുന്നത്. ഇറ്റ്സ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ സർക്കുലർ മോഷൻ. ഒറ്റ സർക്കുലർ, സൂര്യന് ചുറ്റും ഭൂമി ഒറ്റ സർക്കുലർ മോഷൻ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വീണ്ടും എത്താൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിച്ചത്. അതുപോലെ ഇവിടെ എന്താ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇതിപ്പോൾ എൻ്റെ പെൻഡുലം, ഇതാണ് എൻ്റെ പെൻഡുലം. ഈ പെൻഡുലത്ത് ഞാൻ അതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടുന്ന് റിലീസ് ചെയ്യണം. എ എന്ന് പറഞ്ഞ പൊസിഷൻ റിലീസ് ചെയ്തു. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകും, വീണ്ടും തിരിച്ച് ഇതേ സ്ഥലത്തോട്ട് വരും. ഓക്കെ, എയിൽ നിന്ന് റിലീസ് ചെയ്താൽ ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചു അങ്ങോട്ട് തന്നെ വരും, എയിലേക്ക് തന്നെ വരും. അങ്ങനെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ വീണ്ടും എത്താൻ അത് എത്ര സമയം എടുത്തു എന്നതാണ് എന്ത് പറയുക? ടൈം പീരീഡ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് പീരിയഡ്. ഒരു ദോലത്തിന് ആവശ്യമായ സമയത്തെ പീരിയഡ് എന്ന് പറയുന്നു.
എയിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് എയിൽ തന്നെ എത്തണം. അതിനെടുത്ത സമയത്തെ പറഞ്ഞ പേരാണ് ടൈം പീരീഡ് അഥവാ ദോലനത്തിനെടുത്ത സമയം. മനസ്സിലായോ? ഒരു ദോലനത്തിനെടുത്ത സമയം. ഓക്കെ, പീരീഡ്. അടുത്ത പഠിക്കേണ്ട ടേം ഏതാ? ഫ്രീക്വൻസി. ഫ്രീക്വൻസിക്ക് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ട്യൂണിംഗ് ഫോർക്ക് 512 ഹെർട്സ്, 256 ഹെർട്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഫ്രീക്വൻസി എന്നാ അറിയോ? അതായത് ഇതല്ല എൻ്റെ പെൻഡുലം. ഒരു പെൻഡുലം നോക്കി, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ്. അതായത് ക്ലോക്കിലെ സൂചി ഒന്ന് അനങ്ങുമ്പോഴത്തേക്കും ഈ പെൻഡുലം എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും? മനസ്സിലായോ? എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവുന്നതിൻ്റെ അളവാണെന്ത്? ഫ്രീക്വൻസി അഥവാ ആവൃത്തി. ക്ലോക്കിലെ സൂചി ഒന്ന് അനങ്ങുമ്പോഴത്തേക്കും പെൻഡുലം എത്ര വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും? അതായത് 512 ഹെർട്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്നറിയോ? അതൊരു സെക്കൻഡിൽ 512 തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, 512 തവണ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും ഒരു സെക്കൻഡിൽ. അപ്പോൾ നോക്കിയേ, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡിനെ പറഞ്ഞ പേരാണ് ഫ്രീക്വൻസി. അതിൻ്റെ റെപ്രസെൻറ്റ് ലെറ്റർ എഫ് ആണ്. അതിനൊരു യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ്സ് എത്രയാ? ഹെർട്സ്. 512 ഹെർട്സ്. എഫ് ഇസ് ഈക്വൽ ടു 512 ഹെർട്സ്. ഇതാണ് നമ്മൾ എന്ത് പറയാ? ആവൃത്തി എന്ന് പറയാം. ഓക്കെ, അഥവാ ഫ്രീക്വൻസി എന്ന് പറയാം. ഇനി നമ്മൾ ഇതൊക്കെയാണ് ദോളനത്തെ പറ്റിയുള്ള, വേവ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ടേംസ്. ഇത്തരത്തിലുള്ള ടേമിനെ പറ്റി നമുക്ക് എന്ത് വേണം? കൃത്യമായിട്ടുള്ള ധാരണ വേണം. മുന്നോട്ട് പോകുമ്പോൾ ഇത് വെച്ച് നമുക്ക് കണക്കൊക്കെ ചെയ്യാൻ വരും. ഓക്കെ, ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് കണക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് കേട്ടോ ഈ ദോലനം കാണിക്കുന്ന ഓസിലേഷൻ കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ സിമ്പിൾ പെൻഡുലം. പ്ലസ് ടുവിലേക്ക് എത്തുമ്പോൾ ഈ സിമ്പിൾ പെൻഡുലം വെച്ച് നമുക്ക് പരീക്ഷ ചെയ്യാണ്ട്. അവിടെ ചെയ്യുന്ന പരീക്ഷ എന്താ അറിയോ? ഗ്രാവിറ്റിയുടെ, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗുരുത്വ ത്വരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാം. ഇത് സിമ്പിൾ പെൻഡുലം വെച്ച് കണ്ടുപിടിക്കാം. സിമ്പിൾ പെൻഡുലം എന്താ? ടൈ എ ബോബ് ടു എ സ്ട്രിങ് ആൻഡ് ഹാങ് ഇറ്റ് ഓൺ സ്റ്റാൻഡ്. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് സിമ്പിൾ പെൻഡുലം. നോക്കിയേ, ഒരു സ്റ്റാൻഡ് അതിനകത്തൊരു നൂലിൽ ഒരു ബോബ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ബോബ് കണക്ട് ചെയ്ത് ഈ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണെന്ത്? സിമ്പിൾ പെൻഡുലം. പറയുന്ന പേരാണ് സിമ്പിൾ പെൻഡുലം. ഇപ്പൊ സിമ്പിൾ പെൻഡുലം എന്താന്ന് ചോദിച്ചാൽ എഴുതണം. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇതാണ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിന്റെ ഈ സ്ട്രിങ്ങിന്റെ നീളം കൂടിയാൽ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിക്കും എന്നാണ്. അതായത് ഫ്രീക്വൻസി എന്താ ഞാൻ പറഞ്ഞായിരുന്നു. നോക്കി, ഇതിന് ഇവിടുന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര തവണ പോകും എന്നതിന്റെ അളവല്ലേ ഫ്രീക്വൻസി? ഒരു സെക്കൻഡിൽ, ഒരു യൂണിറ്റ് സമയത്തിൽ എത്ര തവണ പോകും എന്നുള്ളതിന്റെ അളവാണ് ഫ്രീക്വൻസി. അപ്പം ഇവിടെ എന്താ നോക്കിയേ, ഈ സ്ട്രിങ്ങിന് ആദ്യം കാണിച്ചു തരാം. നോക്കിയേ, ഇതാണ് ആദ്യം ഇത്രയും നീളമുള്ളൂ. വേറൊരെണ്ണം എടുത്തപ്പോൾ ഇത്ര നീളമുണ്ട്. എടുത്തപ്പോൾ ഇത്രയും നീളം ഉണ്ടെന്ന് കരുതി. ഇതിന് ഏതിനാ ഫ്രീക്വൻസി കൂടുതൽ ചോദിച്ചാൽ ഏതിനായിരിക്കും? ഈ ചെറിയ സ്ട്രിങ്ങിനായിരിക്കും. നോക്കി, ഇഫ് ദ ലെങ്ത് ഓഫ് ദ സിമ്പിൾ പെൻഡുലം ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. നോക്കി, ആ സ്ട്രിങ്ങിന്റെ പെൻഡുലത്തിന്റെ നീളം കൂടി. പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി എന്താവും? കുറയും. ഒരു സെക്കൻഡിൽ 50 തവണ പോവുക അങ്ങോട്ട്. 50 ഹെർട്സ് ആണെങ്കിൽ ഇത് ചിലപ്പോൾ എത്രയേ ഉണ്ടാവുള്ളൂ? 25 ഉണ്ടാവുള്ളൂ. ഇത് ചിലപ്പോൾ 10 ഉണ്ടാവുള്ളൂ. 10 ഹെർട്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്ട്രിങ്ങിന്റെ നീളം കൂടിയപ്പോൾ ഫ്രീക്വൻസി എന്തായി? കുറഞ്ഞു. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്താന്ന് പഠിക്കണം. അതിന്റെ ഫ്രീക്വൻസി ഡിപ്പെൻഡൻസ്, ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധവും കൃത്യമായിട്ട് അറിയണം. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഞാൻ എടുക്കണേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട 2-3 കണക്കൊക്കെ എല്ലാം ചെയ്യാം. അപ്പൊ ഈ ചാപ്റ്ററിൽ എന്താ നമ്മൾ ഇതുവരെ പഠിച്ചേ? നോക്കിയേ, എന്താണ് സൗണ്ട് വേവ്സിനെ പറ്റിയാ പഠിക്കണേന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞു. അതിനുശേഷം 1 കംപ്ലീറ്റ് ഓസിലേഷൻ എന്താ നമ്മൾ പഠിച്ചു. ആംപ്ലിറ്റ്യൂഡ് എന്താന്ന് പഠിച്ചു. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ടൈം പീരീഡ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? ഫ്രീക്വൻസി, സിമ്പിൾ പെൻഡുലം, അതിൻ്റെ ലെങ്ത് ഡിപ്പെൻഡൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത ക്ലാസ്സിലോട്ട് പോകുന്തോറും വേവ്സിനെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ചെയ്യാൻ നമ്മളിത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഓൾ ഓഫ് യു, താങ്ക് യു.